ഡിബേറ്റിന് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ ഖുർആനും ഹദീസും ഈ ഗ്രന്ഥമുള്ളിടത്തോളം കാലം, ഇതിന്റെ ട്രാൻസ്ലേഷനും ഉള്ളിടത്തോളം ആർക്കും ആരോടും തോൽക്കേണ്ടി വരില്ല, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളോട്. ഇതിന് ഡിബേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ പരിഭാഷകൾ തന്നെ എമ്പാടുമുണ്ട്. അതിന്റെ അർത്ഥം അതല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല. കാരണം അതിന്റെ അർത്ഥം അതാണ്. നമ്മൾ പറഞ്ഞത് ശരിയാണ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും അവർക്ക് കഴിയില്ല. ഞാന് നിങ്ങളോട് ഇന്ന് പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് ഒരു ഇസ്ലാമിക് ഡിബേറ്റ് ആണ്. നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ ഇപ്പൊ റെനി ഇവിടെ ഇടും, അപ്പോഴേക്ക് നമുക്കത് പിൻ ചെയ്ത് വെക്കാം. ഇനിയിപ്പോ വിളിക്കാൻ സമ്മതിക്കുന്നില്ല, നമ്മൾ അവരോട് സംവദിക്കുന്നില്ല എന്നൊന്നും പറയണ്ട. 8943395270 ഇതാണ് നമ്പർ. ഇനി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു, വായി തോന്നുന്നത് പറയുന്നു എന്നൊന്നും പറയണ്ട. നിങ്ങൾ ആദ്യം ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം താ. മുഹമ്മദ് നബിയുടെ പിതാവ് ആരാണ്? മുഹമ്മദ് നബിയുടെ പിതാവ് ആരാണ്? ഒന്ന് പറഞ്ഞു തരുമോ? വെറുതെ പറഞ്ഞാൽ പോരാ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയണം. വെറുതെ നിങ്ങൾ കേട്ടതും പഠിച്ചതും മദ്രസകളിൽ പഠിച്ചതും ഒന്നും ഇവിടെ ഒന്ന് പറയരുത്. ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു? എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഈ അബ്ദുള്ള എന്ന് ആരോപിക്കപ്പെടുന്ന പിതാവ് ഈ മകനെ കണ്ടിട്ടുണ്ടോ? എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, അതിനൊക്കെ ഉത്തരം തരേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇനി ചോദ്യം നമ്പർ 2. ഈ ഗ്രന്ഥം മുഹമ്മദ് നാസിഹ്, എനിക്കൊരു തന്ത ഉണ്ട്. നമ്മുടെ മമ്മദണ്ണൻ പിതൃശൂന്യനാണ്, മമ്മദണ്ണൻ ഇല്ല. അതിനെ കുറിച്ചിട്ട് തന്നെയാണല്ലോടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ അബ്ദുള്ള എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി മരിച്ച് 2.5 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത്. ഇതൊക്കെ 1000 തവണകളിൽ നമ്മൾ ചർച്ച ചെയ്ത സംഗതിയാണ്. ചോദ്യം നമ്പർ 2. ഈ ഖുർആൻ ദൈവികമാണോ? രണ്ടാമത്തെ ചോദ്യമാണ്. ചോദ്യം നമ്പർ 3. കാരണം ദൈവികമാണെങ്കിൽ അതിനകത്ത് സംശയങ്ങള്, അതിനകത്ത് വൈരുദ്ധ്യങ്ങള് ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ചോദ്യം നമ്പർ 3. ഈ ഗ്രന്ഥം നബിക്ക് ഇറങ്ങിയതാണോ? നബി ഇത് കണ്ടിട്ടുണ്ടോ? സുധി, എപ്പോഴും വിളിച്ചാൽ കിട്ടില്ലല്ലോ. ഞാൻ ഈ കോളിംഗ് സമയം പറയുമ്പം വിളിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലാതെ ഏതെങ്കിലും സമയത്തൊക്കെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അതെ, അതാണ് നിഷാദ് പറഞ്ഞതാണ്. ഇപ്പോ ഈ കേൾക്കുന്ന വിഷയം ഒരു പക്ഷേ നിങ്ങളിൽ വിഷമമുണ്ടാക്കിയേക്കാം. നമ്മുടെ കുഴപ്പമല്ല. ഈ ഖുർആൻ നബിക്ക് ഇറങ്ങിയതാണോ? നബി ഈ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ? നബി ഈ ഗ്രന്ഥം കണ്ടിട്ടുണ്ട് എന്ന് പറയണ്ടേ? അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? അങ്ങനെ തുടങ്ങി ചില ചോദ്യങ്ങളുണ്ട്. ചോദ്യം ഇവിടെ ഇട്ടിട്ടുണ്ട്, നമ്പര്. ഞാൻ ആ നമ്പര് പിൻ ചെയ്തിട്ടുണ്ട്. Incoming voice call from Airtel warning. Scam. എയർടെൽ വാണിങ്ങോ? ഹലോ, പ്രിയ ഉപഭോക്താവ്, ഈ കോൾ നിങ്ങളുടെ ബജാജ് ഓട്ടോ. ബജാജിൽ നിന്ന് വന്നല്ലോ കോളാണ്. അപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ആരും എവിടെയും പോയി ഒളിച്ചിട്ടില്ല. ഈ ഗ്രന്ഥം ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ. ഒന്നാമത്തെ കാര്യം, ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് ഇത് സംശയമില്ലാത്തതാണെന്നും അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിരുന്നതെങ്കിൽ ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് നബി ഈ ഖുർആൻ കണ്ടിട്ടുണ്ടോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നേ തീരൂ. ഇനിയിപ്പോ തൽക്കാലം നിങ്ങൾ വിളിക്കില്ല, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ തന്നെയും
തെറി പറയാൻ മാത്രമേ നിങ്ങൾക്ക് അറിയൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ തിരിച്ചും കിട്ടും, 1. 2, ഇങ്ങോട്ട് തന്തയ്ക്ക് പറഞ്ഞാൽ ഞാൻ നിന്റെയൊക്കെ തന്തയുടെ തന്തയ്ക്ക് പറയും. അതിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. നിന്റെ ഒന്നും തന്തയ്ക്ക് വിളി കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന് എന്റെ ലൈവിൽ ഇരിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് സംവാദത്തിന് റെഡിയാണ്. നിങ്ങൾ സംവദിക്കാൻ പഠിച്ചിട്ട് വരണം. ആ ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ ഇവിടെ. ആർക്കും വിളിക്കാം, ആർക്കും സംസാരിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. പൊടിയുണ്ടെങ്കിൽ തട്ടിക്കള അയ്യൂബി, അങ്ങോട്ട് മാറി നിന്നിട്ട് ചെല്ല. ഇനിയും സംവദിക്കാൻ വരുന്നില്ല എന്ന് പറയരുത്. എത്രയായി ഫോൺ നമ്പർ? ശരി, നിങ്ങൾ വിളിച്ചോ, ആർക്കും വിളിക്കാം. തന്നെയുമല്ല, ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്ന നമ്മുടെ ഒരു ഓഡിയൻസിൽ ഒരാൾക്ക് 2000 രൂപ നമ്മൾ സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധൈര്യസമേതം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. മോളെ, വളരെ സിമ്പിൾ ചോദ്യങ്ങൾ, മനസ്സിലായ? ബേസിക് ആയിട്ട് ഈ ചോദ്യങ്ങൾക്കെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു അർത്ഥവുമില്ല കേട്ടോ. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു മുസ്ലിം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന സംഗതികളിൽ വളരെ പ്രധാനമാണ് ഇസ്ലാം പടച്ചവന്റേതാണെന്നല്ലേ പൊതുവെ പറയാറ്. ഇത് ദൈവികമാണോ എന്ന് നിങ്ങളൊന്ന് അറിയണ്ടേ? ഈ ഖുർആൻ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു അയച്ചതാണ് എന്ന് പറയുമ്പോൾ ഇത് അന്യൂനമായിരിക്കണം, ന്യൂനതയുണ്ടാകരുത്. മനസ്സിലായില്ലേ മോളെ? അവിടെ നിന്ന് ഒന്നെടുക്കാമോ? മനസ്സിലായ? ഇത് ദൈവികമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സുന അതിനകത്ത് കാണണ്ടേ? ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ മാത്രം മതി. നമ്മൾ റെഡിയാണ്. ഇനി നമ്മള് സംവാദത്തിന് വരുന്നില്ല എന്നൊന്നും പറയരുത്. അതാണ് പ്രവാചകന്റെ പിതാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മണിയൻകുട്ടിയെ ഓടിക്കാനൊന്നും വിടില്ല. ഇവിടെ ഖുർആൻ പൂർണ്ണമായ ഒരു ഗ്രന്ഥമാണോ? ദൈവികമാണോ? അത് ന്യൂനതകൾ ഉള്ളതാണോ? അള്ളാഹുവിൽ നിന്ന് അയച്ചതാണ് എന്നതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? അങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണല്ലോ മാതൃകാ പുരുഷോത്തമന്റെ ഓരോരോ മഹത്വങ്ങളും സ്വഭാവ സവിശേഷതകളും എടുത്തു വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോ ഇത്യാദി ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് നമുക്കൊന്ന് ഉത്തരം നൽകിയാൽ മറ്റുള്ളവർക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഇനി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ഒരു വിഭാഗത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, ശരി, നിങ്ങൾക്ക് അതിനുകൂടിയുള്ള ഒരു സുവർണ അവസരമാണ്. നമ്മൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഇവര് പറയുന്നതല്ല ശരിയായ ഇസ്ലാം എന്ന് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉത്തരം പറഞ്ഞാൽ ഒരു ചോദ്യോത്തരത്തിന് 2000 രൂപയാണ് സമ്മാനം. ഓക്കെ. അപ്പോൾ ക്രിസ്ത്യാനികള് 24 മണിക്കൂറും ക്ലബ് ഹൗസ് ഡിബേറ്റുകളിൽ റൂമും തുറന്നു വെച്ച് കാത്തിരിക്കുവാണ്. ഒരൊറ്റ ചോദ്യം മതി, 2000 രൂപയാണ് കയ്യിൽ വരുന്നത്. ഇന്ന് ഒരു രക്ഷയുമില്ല. 2000 രൂപ ഉണ്ടാക്കണമെങ്കിൽ പഠിച്ച പണി 18 പയറ്റിയിട്ടും രക്ഷയില്ല. അങ്ങനത്തെ ഒരു സമയമാണ്. അതുകൊണ്ട് പണത്തിന് വല്ലാത്ത മൂല്യമുണ്ട്. നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഉസ്മാൻ, നിന്റെ ഉമ്മയ്ക്ക് അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോനെ നീ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നിന്റെ ഉമ്മയ്ക്ക് ആ സുന ഇല്ലായിരുന്നെങ്കിൽ വാപ്പ ഉമ്മയെ കിട്ടുമായിരുന്നില്ല, എന്നാൽ നീ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ലൈംഗിക അവയവങ്ങളുടെ പേരൊക്കെ വന്ന് പറഞ്ഞിട്ട് അതൊരു തെറിയാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിട്ട് ഓടുമെന്നൊന്നും വിചാരിക്കരുത്. മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു സുനയാണ് അത്. ആ ഹൂറികളുടെ സുനയ്ക്കു വേണ്ടിയാണ് പടച്ചോൻ പോലും ഇവിടെ
ഇരുമ്പ് നിക്കറിട്ട് നിങ്ങൾ കല്യാണ സാധനം പൊതിഞ്ഞു കൊണ്ടുവരണേ എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ആണെങ്കിലും ഒരു പെണ്ണിനെ നോക്കുമ്പോൾ ഈ സുന ഉണ്ടെങ്കിലേ നീ അവളെ കിട്ടൂ. അതുകൊണ്ട് അതിനെ അത്രയും നിസാരവൽക്കരിക്കല്ലേ മോനെ. നിന്നെയും ഉമ്മ തൂറിയിട്ടതൊന്നും അല്ലല്ലോ, നീയും അങ്ങനത്തെ മോൻ തന്നെയാണ്. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ തിരിച്ചും കേൾക്കേണ്ടി വരുന്നേ. ഇത് ഞാൻ സഭ്യമായിട്ടേ പറയൂ. തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുന്നവരും മാത്രം ഇവിടെ വന്നാൽ മതിയാകും. ഒരു പൊതുസമൂഹത്തില് എങ്ങനെയാണ് മറ്റുള്ളവരോട് സഭ്യമായി സംസാരിക്കേണ്ടത് എന്നറിയുന്ന ആളുകൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയാകും. എല്ലാ അലവലാദികളെയും നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ തുടങ്ങുവാണ് ഒരു ചർച്ചയുടെ ചില ഭാഗങ്ങൾ ഒന്ന് കേൾക്കുക. തെറി പറഞ്ഞിട്ട് എന്താണ് കാര്യം? അത് തന്നെയാണല്ലോ നമ്മളും ചോദിക്കുന്നത്. അതെ, ഒരുപാട് ആളുകൾ കമന്റുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫിറോസ്, ന്യൂനത ലോകത്തുള്ള എല്ലാത്തിനും ന്യൂനത വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും പറയുന്നുള്ളൂ. നമ്മുടെ വിഷയത്തിൽ നിന്നും ആണ് സംസാരിക്കേണ്ടത്. കണ്ടോ, ഒരുപാട് പേര് ഇന്നിനിപ്പോ പറയാനുണ്ടാവില്ല, അത്രമാത്രം ആളുകള് ഇന്ന് തെറിയുമായിട്ട് വരും. എന്താ മൊത്തം തെറികളായിരിക്കും കേട്ടോ ഇന്ന്. കാരണം ഇന്ന് കാക്കമാരുടെ സ്പെഷ്യൽ എപ്പിസോഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് അങ്ങനെ വരുള്ളൂ. അപ്പോ തുടങ്ങാം. ശരി കേട്ടോ. സംസാരം വേണ്ട, ചോദിച്ചു മൈക്ക് മ്യൂട്ട് ചെയ്യാതിരിക്കുക, അതിനുശേഷം സംസാരിക്കും. അതിനുശേഷം താങ്കളോട് മൈക്ക് എടുക്കാൻ പറയും, മൈക്ക് എടുക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതുവരെ ആരും ഞാൻ പറഞ്ഞില്ല. താങ്കൾ ഇടയ്ക്ക് ഗുണഗുണമെന്ന് പറയുന്നുണ്ടാണ്. അതിനകത്ത് പറയും. ഓക്കെ, എനിക്ക് പറയാമോ? ഇദ്ദേഹം ചോദിച്ചു യഹോവ പിന്നെ തന്റെ ഭാര്യ എടുത്ത് അന്യന് കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. എന്റെ പൊന്നു ജുമാ, താങ്കൾ ഒരു മതത്തെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി താങ്കൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളുടെ സ്വന്തം മതത്തിനെ ഈ വൃത്തികളിൽ മറച്ചു വെച്ചുകൊണ്ടല്ലേ ജുമായി പറയുന്നത്. താങ്കളുടെ മതമായ ഇസ്ലാം മതത്തിലെ മുഹമ്മദ് നബിയുടെ മരുമകനായ സൈനബ എന്ന് പറയുന്ന സ്വന്തം മരുമകളെ സൈനബിന്റെ ഭാര്യയായിരുന്ന സൈനബിനെ മുഹമ്മദിനെ ബോധിക്കാനായിട്ട്, മുഹമ്മദിനെ കല്യാണം തിരിക്കാനായിട്ട് സൈദിനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിപ്പിച്ച സ്വന്തം മരുമകളെ ബോധിച്ചയാളാണ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ്. ജുമായിക്ക് അറിയാമല്ലോ. സലീമിനെ അറിയാമല്ലോ. സലീം ജുമായി എന്ന് പറയുന്ന പേരിൽ സലീമാണ് അദ്ദേഹം. സലീമിന് അറിയാമല്ലോ. സ്വന്തം മരുമകളെ ബോധിച്ച ഒരു പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ കുറിച്ച് ഒരു വിഷയം പറയുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബൈബിളിനെ പൊക്കിയെടുത്തു കൊണ്ടുവരരുത്. മുഹമ്മദ് നബിയുടെ വിവാഹം പറയുമ്പോൾ ഗാന്ധിജിയുടെ വിവാഹം പൊക്കിയെടുത്തു കൊണ്ടുവരരുത്. നിമിഷപ്രിയയുടെ വധത്തെ കുറിച്ച്, തലാൽ അബ്ദുൽ മഹദിയെ കൊന്ന് 110 കഷ്ണമാക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ ജോളി സയനൈഡ് കൊടുത്ത് കൊന്നില്ലേ എന്ന് ചോദിച്ചു വരരുത്. ചോദ്യത്തിന് വേണ്ടത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ സംഗതി തീർന്നു. നബിയുടെ കാലത്ത് ബലാത്സംഗമേ ഉള്ളൂ, ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കാനില്ല. ശരി, നിങ്ങൾ ആരും പറഞ്ഞോളൂ. അതിന്റെ വിട്ടേര് നിങ്ങൾ അറിയേണ്ട മതി അറിയാവുന്ന മതി. ഭയപ്പെടാത്തതല്ല, കാരണം ചർച്ച ആവശ്യമില്ലാതെ പോകുന്ന എനിക്കറിയാം. അതിനുശേഷം നിങ്ങൾക്ക് കൃത്യസഹോദരൻ ചോദ്യം മോഡറേറ്റർമാര് മോഡറേറ്റർമാരുടെ ഇപ്പൊ മോഡറേറ്റർമാർക്ക് നാവില്ല. എന്റെ പൊന്നു, ഞാൻ ചോദിച്ചതിന് ഉത്തരം അല്ലെങ്കിൽ പോകും. ആരാ പറഞ്ഞത്? ബൈബിളിനെ കൊണ്ട് ചോദിച്ചാൽ ഉത്തരവില്ല. ഇങ്ങനെ ആൾക്കാരെ അവഹേളിച്ച് താഴെ ഇറക്കുന്നില്ല. എന്തിനാണ് ബൈബിൾ നിങ്ങളെ ചോദ്യത്തിൽ നിങ്ങൾ ഭയക്കുന്നത്? ബൈബിൾ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഭയക്കുന്നത് എന്തിനാണ്? എനിക്ക് പറഞ്ഞാൽ മതി. ചോദ്യങ്ങളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? വിമർശനങ്ങളെയും എതിർ ശബ്ദങ്ങളെയും നിങ്ങൾ എന്തിനു അടിച്ചൊതുക്കുന്നു? കിട്ടിയേ പറ്റൂ. ഉത്തരമാണ് വേണ്ടത്. അയ്യൂബിനെ പറഞ്ഞുവിടാൻ സമയമായി. ഒന്ന് റേനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവിടെ നിൽക്ക് സാർ, അവിടെ നിൽക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. താങ്കളോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിന്റെ അടിമത്തത്തെ പറ്റി ചോദിച്ചുകൊണ്ടിരുന്നപ്പോ താങ്കൾ എന്നോടൊന്നും ഇടവേ ഞങ്ങൾ ചോദിച്ചല്ലോ, താങ്കൾക്ക് വിഷയം അറിയാമെന്ന് ചോദിച്ചു ഇല്ലേ? നമ്മൾ സംസാരിച്ചിരുന്ന വിഷയം. എന്റെ എന്താണ് ഇത്? ഒന്ന് അടങ്ങി ഒരു പൊടിക്ക് അടങ്ങ.
ഇവിടെ ഇത്രയും പേരുടെ സംസാരം, രണ്ട് 2.5-3 മണിക്കൂർ സംസാരിക്കുക, വളരെ മാന്യമായ സംസാരം നടന്നുകൊണ്ടിരിക്കുക. ഇയാൾ വന്നിട്ട് ഞാൻ എന്തെങ്കിലും തെറി പറഞ്ഞോ? ബൈബിളിൽ നിന്ന് ചോദിച്ചിട്ട് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? പ്രവാചകന്റെ ജീവചരിത്രങ്ങളിൽ കൃത്യമായിട്ട് ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്ന വചനങ്ങളിൽ വളരെ കൃത്യമായ രൂപത്തിൽ അണ്ടർലൈൻ ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രവാചകന്റെ ദത്തുപുത്രനായ സെയ്ദ് ആ സെയ്ദിന്റെ ഭാര്യയെ പിടിച്ചെടുത്ത് വിവാഹം കഴിക്കുന്ന ഒരു വിഷയം. ആ സെയ്ദിന്റെ ഭാര്യയായിട്ടുള്ള സൈനബ് എങ്ങനെ പ്രവാചകൻ വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിക്കും? എങ്ങനെ വളർത്തുമകന്റെ ഭാര്യയെ പ്രവാചകൻ പ്രണയിക്കും? നടക്കുന്ന സംഗതിയാണോ? സെയ്ദിന്റെ ഭാര്യയായ, അവരുടെ കല്യാണം കണ്ട 1 വർഷമെങ്ങാണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പ്രേമം മൂത്തിട്ട് അവരുടെ വീട്ടിൽ കയറി ചെന്നു സെയ്ദ് ഇല്ലാത്ത ഒരു സമയത്ത്. അപ്പോ അതെങ്ങനെയാണ് മാനവരിൽ മനോഹരന്റെ കൃത്യമായി മാറുന്നത്? ഒരിക്കലും മാനവികമായി ചിന്തിക്കുന്ന, വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അത്രേ ഉള്ളു സംഭവം. സെയ്ദ് ഒരു തടവുകാരനായ അടിമയായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ അടിമയെ ഖദീജയാണ് വില കൊടുത്തു വാങ്ങി സെയ്ദിനെ മോചിപ്പിക്കുന്നത്. എന്നിട്ട് ആ സെയ്ദിനെ പ്രവാചകന് സമ്മാനിച്ചു. പ്രവാചകന് ചെറിയ കുട്ടികളോട് വലിയ പ്രിയമായിരുന്നല്ലോ, എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് അങ്ങനെയാണ് സെയ്ദിനെ നബിക്ക് കിട്ടുന്നത്. അന്നത്തെ അറബികളുടെ ആചാരപ്രകാരം തന്റെ ദത്തുപുത്രനാക്കി സെയ്ദിനെ പ്രവാചകൻ അനുയായികളുടെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോ ആരായി? വളർത്തുപുത്രൻ. സ്വന്തമായിട്ട് ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അവനെ പുത്രനാക്കി. സ്വന്തം മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും പ്രവാചകൻ സെയ്ദിന് നൽകി. സെയ്ദേ എന്ന് പ്രവാചകന്റെ അനുയായികൾ ആരെങ്കിലും വിളിച്ചാൽ ഉടനെ തന്നെ മമ്മദണ്ണൻ അത് തിരുത്തി കൊടുക്കുമായിരുന്നു, സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന്. സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കണമെന്ന് പറയുമായിരുന്നു. എന്നിട്ട് സ്വന്തം പുത്രന്മാർക്കുള്ള എല്ലാ പിന്തുടർച്ച അവകാശങ്ങളും പ്രവാചകൻ ആർക്ക് നൽകി? സെയ്ദിന് നൽകിയിരുന്നു. ഇതിനെ ബാധകമാക്കി 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 4-ാമത്തെ വചനം വരെ, വചനം ഇറങ്ങുന്നത് വരെ ഇത് ആചരിച്ചു വന്നിരുന്നു. എങ്ങനെ? വളർത്തുമക്കൾ സ്വന്തം മക്കളെ പോലെയാണെന്ന്. ആ വളർത്തുമക്കളെ അവരുടെ ആവശ്യം അവരുടെ ഭാര്യമാരിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവളെ പിടിച്ചെടുത്തു വാപ്പയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു നിയമം ഇസ്ലാം അനുവദിച്ചു കൊടുത്തു. മനസ്സിലായോ? അബ്ദുൽ മുത്തലിബിന്റെ മകളായ ഉമൈമയുടെ മകളായിരുന്നു സൈനബ്. അപ്രകാരം അങ്ങനെ വരുമ്പോൾ ഈ സൈനബ് നബിക്ക് ആരായിട്ട് വരും? അമ്മായിയുടെ മകൾ, അതായത് മുറപ്പെണ്ണ്. മനസ്സിലായ? പ്രവാചകന്റെ പിതാവിന്റെ സഹോദരി അമ്മായി. അപ്പോൾ പ്രവാചകൻ തന്നെയാണ് സെയ്ദിന് ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതും കേട്ടോ, സൈനബിനെ. എന്നിട്ട് മുൻകൈ എടുത്തതും നബി തന്നെയാണ്. ആദ്യം അവളും സഹോദരൻ അബ്ദുള്ളയും ഈ ബന്ധത്തിൽ മടി കാണിച്ചു. കാരണം സെയ്ദ് അടിമയാണല്ലോ, സെയ്ദ് സ്വതന്ത്രനാക്കപ്പെട്ട ഒരു അടിമയാണ്. അതുകൊണ്ട് ഇവർക്ക് എന്തോ ഒരു കാറ്റഗറിയിൽ കുറച്ച് കുറവ് പോലെ തോന്നി. പിന്നീട് ആ എതിർപ്പ് പിൻവലിച്ചിട്ടാണ് അങ്ങനെ ഒരു വിവാഹം തന്നെ സാധുവാക്കിയത്. പ്രവാചകന് സൈനബിനോട് വല്ലാത്ത ഒരു പ്രണയം തോന്നി. വ്യത്യസ്തമായിട്ടുള്ള അനേകം റിപ്പോർട്ടുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. സൈനബിനോടുള്ള പ്രവാചകന്റെ സമീപനങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങിയതും വിവാഹം കഴിച്ചതിന് കൊടുത്തതിന് ശേഷമാണ് എന്ന് ഖുർആനിന്റെ തഫ്സീറായിട്ടുള്ള തഫ്സീറുൽ ജലാലൈനിയിൽ വ്യക്തമായി പറയുന്നുണ്ട്.
കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടി അവളിൽ പതിയുകയും ഹൃദയത്തിൽ പ്രേമം മുള പൊട്ടുകയും ചെയ്തൂന്ന്. എന്താ ഈ തഫ്സീർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആണോ? ഖുർആൻ പരിഭാഷകനായ, ഖുർആൻ വിവർത്തകനായ, ഖുർആൻ വിശദീകരിച്ച മുഫസ്സിറായിട്ടുള്ള ജലാലൈനി, 2 ജലാലുമാർ ചേർന്ന് ഒരു ഖുർആൻ വിശദീകരണം എഴുതി. അതാണ് ജലാലൈനി തഫ്സീർ എന്നറിയപ്പെടുന്നത്. ആ തഫ്സീർ പ്രകാരവും പ്രവാചകനെ വളർത്തുമകനും ഭാര്യയും സുഖമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ നബിക്ക് അല്ലെങ്കിലും സൗന്ദര്യം വീക്ക്നെസ് ആയിരുന്നു എന്ന് ഉസ്താദുമാര് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ? ഇല്ലേ? ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി കഴിയുന്നു, അവരങ്ങനെ തമാശയൊക്കെ പറഞ്ഞു പോകുമ്പോ നബി പറയാണ്, നിന്റെ ഭാര്യ അവിടെ നിന്നോട്ടെ കേട്ടോടാ, അവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തിക്കോളാൻ. നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയാ? ആഭാസത്തരം എന്ന് പറയും, തന്തയില്ലാഴിക എന്ന് പറയും, തെമ്മാടിത്തം എന്ന് പറയും, പെണ്ണുപിടിയനാണെന്ന് പറയും, വ്യഭിചാരിയാണെന്ന് പറയും, തന്തയ്ക്ക് പിറക്കാഴുകയാണെന്ന് പറയും. ഇത് പറയുമ്പോ നിങ്ങൾ എന്റെ മെക്കിട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് തന്തയ്ക്ക് പിറക്കാഴുക. നിങ്ങൾ ഏതെങ്കിലും പെണ്ണിനോട് അങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കുക, തന്തയ്ക്ക് പിറക്കാഴുകയാണോ അല്ലേ എന്ന് അറിയാലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കണേ, നീ അവിടെ ഒന്ന് ആവുമ്പോട്ടെ, നിന്നെ ഇനിയും ഞാൻ പണിഞ്ഞോളാം, പറഞ്ഞു വെക്കേ, കാണാലോ കാര്യം. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ? ഇത് നെറികേടാണോ അല്ലേ എന്നതാണ് ചോദ്യം. ഇപ്പോ അന്നുവരെ വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട് അനന്തരാവകാശം വരെ നൽകപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളർത്തുമകൻ അവന്റെ ആവശ്യം അവളിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയെ വാപ്പാക്ക് കെട്ടാമെന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ശുദ്ധ അസംബന്ധമാണോ, തെമ്മാടിത്തരമാണോ? അത് ഒരു വാനലോക സൃഷ്ടാവിന് ഭൂഷണമാണോ? അതൊക്കെ ശരിയാണോ? അനില, പ്രേമരാജൻ, റെനി, നമുക്കിന്ന് ജോലി വളരെ കൂടുതലായിരിക്കും. കാരണം തെറിവിളിയന്മാർ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. എനിക്കറിയാം അവര് വന്ന് പൂര തെറി പറയും. കാരണം അവര് വീട്ടിൽ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഇത് മാത്രമായതുകൊണ്ട് അവർക്ക് അതേ വശം ഉണ്ടാകത്തുള്ളൂ. അതിൽ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ ചിലപ്പോൾ ഡ്രോപ്പ് ആയതായിരിക്കും, ഒന്ന് നോക്കുക. വളർത്തുമക്കൾക്ക് നല്ല രൂപത്തിൽ അവരെ സ്നേഹിച്ച് പരിപാലിച്ച് അവർക്ക് അനന്തരാവകാശം നൽകലാണോ നല്ലത്, അതോ അവരെ വളർത്തുമക്കളായി മാറ്റി നിർത്തി ഒരു ഓട്ടക്കാലണ പോലും കൊടുക്കാതെ അവരുടെ ഭാര്യയെയും പിടിച്ചെടുത്ത് എന്തോ മാനവികത പാപ്പിച്ചതാണ് അവിടെ? നിങ്ങൾക്ക് തോന്നുന്നു അത് നല്ലതാണെന്ന്? അതിനകത്ത് എന്ത് മാനവികതയാണ് നിങ്ങൾക്ക് പണയാനുള്ളത്? അത് ചോദിക്കുമ്പോ വരൂ ബൈബിളിലേക്ക് പോകാം, ഇത് പണഞ്ഞിട്ട് പോടാ, അതല്ലേ നീയൊക്കെ ചെയ്യേണ്ടത്? അത് പറഞ്ഞിട്ട് പോയാ മതി. അതുവരെ വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട അനന്തരാവകാശം വരെ നൽകിയിട്ട് പിന്നീട് അവനെ ഒന്നുമല്ലാതെ മാറ്റി നിർത്തി അവന്റെ ഭാര്യയെ വരെ പിടിച്ചെടുത്ത് സമ്പത്തിൽ നിന്നൊരു നാണയം പോലും കൊടുക്കാതെ ഒഴിവാക്കിയിട്ട് വളർത്തുമക്കൾ സ്വന്തം മക്കളെ പോലെ അല്ല എന്നുള്ള നിയമം കൊണ്ടുവരാൻ വേണ്ടിയാണ് അത്രേ പടച്ചോൻ അങ്ങനെ ഒരു വചനം ഇറക്കിയത്. ഇതൊക്കെ നിങ്ങളുടെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. നമുക്കിപ്പോ മക്കളില്ലെന്ന് വിചാരിക്കാം. നമ്മളൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തി. ഞാനും ദത്തെടുത്തിട്ടുണ്ട് ഒരു കുട്ടിയെ. എന്റെ മോൾക്ക് 1 വയസ്സായപ്പോൾ അന്തസ്സായിട്ട് ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ടു. എന്നെ എന്റെ വീട്ടുകാര് വിവാഹം കഴിപ്പിച്ചതിനേക്കാൾ അന്തസ്സായിട്ട് നല്ല ഒരു പയ്യനെ നോക്കി ഞാൻ അതിനെ കെട്ടിച്ചു വിടുക ചെയ്തേ. എനിക്ക് സംഭവിച്ച വിഷമം അതിനുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് നല്ല ഒരു പയ്യനെ നോക്കി കെട്ടിച്ചു വിടുക ചെയ്തേ. അതുകൊണ്ട് പിന്നീട് അവളുടെ കെട്ടിയോനെ ഞാൻ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ വന്നാലോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തി പറയുന്നേ?
വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്നതല്ലേ ഇസ്ലാമിന്റെ കാരുണ്യം. അങ്ങനെയാണെങ്കിൽ ശരി, നമ്മൾ പിന്നെ എതിർക്കുമായിരുന്നില്ല. വളർത്തുമോനെ അതുപോലെ സെയ്ദേ എന്ന് വിളിക്കുമ്പോ മുഹമ്മദ് ബിൻ സെയ്ദ്, മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു നാട് മൊത്തം പഠിപ്പിച്ച് നടന്നിട്ട് അവസാനം എന്റെ പെണ്ണും പിള്ളെ വരെ പ്രേമിച്ച് പിടിച്ചെടുത്തിട്ട് എന്നാ ബൈ ബൈ പൊയ്ക്കോ അസ്സലാമു അലൈക്കും അവസാനം വരെ ഉണ്ടല്ലോ സെയ്ദിനോട് ചെയ്ത ക്രൂരതയെ കുറിച്ചിട്ട് ഓർത്തോർത്തോർത്തോർത്ത് ആളാകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഈ മമ്മദണ്ണൻ. അവസാനം മമ്മദണ്ണൻ ഞാൻ സ്വർഗവും നരകവും കണ്ടു, സ്വർഗത്തിലുണ്ട് മുത്തുകൊണ്ടൊരു റൂമ്, ഒരു കൊട്ടാരം, ആ കൊട്ടാരത്തിനകത്തൊരു റൂമിൽ ഒരു ഹൂറിപ്പെണ്ണിരിക്കുന്നു. അപ്പോൾ ഞാൻ ജിബിരീലിനോട് ചോദിച്ചു, ജിബിരീലേ ഇതാരാണ്? സെയ്ദിന്റെ പെണ്ണിനെ നീ പിടിച്ചെടുത്തില്ലേ, അതുകൊണ്ട് സെയ്ദിന് വേണ്ടി വെച്ചിരിക്കുവാണെന്ന് അല്ലാഹു. വിഷമം തീർത്തതാ, ഒരു കഥയുണ്ടാക്കിയിട്ട്, മനസ്സിലായ? കാരണം നാളെ എങ്ങാനും സെയ്ദ് വന്നിട്ട് മമ്മദണ്ണന്റെ തലയെടുത്താലോ, അതുകൊണ്ട് സെയ്ദേ നിനക്ക് താണ്ടടാ ഒരു എന്താ പറയാ, ഒരു പവിഴം പോലെ ഒരു മുത്തിനെ അല്ലാഹു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവത്തെ പറ്റിച്ചു. ആയിഷയെ എന്റെ ഭാര്യയാക്കണമെന്ന് പടച്ചോൻ വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രപൂർവ്വം അബൂബക്കറിനെ പറ്റിച്ചിട്ട് ആ കൊച്ചു പെണ്ണിന്റെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞ നരാധമനായിട്ടുള്ള സ്വാർത്ഥനായിട്ടുള്ള സ്ത്രീലമ്പടനായിരുന്നു മമ്മദണ്ണൻ. കേട്ടോ? ശരി, നല്ല രീതിയിൽ ഇവിടെ സമയം കൊടുക്കുന്നത് താങ്കൾക്ക് തരാമല്ലോ, താങ്കൾ എന്തിനാണ്? അപ്പൊ താങ്കൾ വിഷയം എടുത്തു. താങ്കൾ ഇവിടെ പറഞ്ഞു ദാവീദിന്റെ ഭാര്യമാരെ എടുത്ത് അനിയന് കൊടുത്തു. അതാണ് വിഷയം. അതിന്റെ അകത്ത് അവർ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇനി എന്താണ് പ്രശ്നം എന്ന് താങ്കൾ പറയും. പ്രശ്നം എന്ന് പറയുന്നത് കുഞ്ഞവന്റെ ഭാര്യയെ എടുത്ത് കൊടുക്കുന്ന യഹോവയുടെ പ്രവൃത്തി അവന്റെ കുടുംബത്തിൽ, സാധാരണമായ ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ അന്യർത്ഥം വയ്ക്കുന്നു പറയുന്നത്. ഞാൻ ഹദീസുകൾ മുമ്പ് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരെ ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ അനുയായികൾ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാറുണ്ടായിരുന്നു. വ്യഭിചരിക്കാൻ ഭാര്യമാരെ അവരുടെ അനുയായികൾക്ക് വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആർട്ടിക്കിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. തപ്പിയെടുത്ത് വായിക്കും. ഒരു യഹോവയ്ക്ക് ചേർന്നതാണോ? ഞാൻ ഇടയ്ക്ക് എനിക്ക് അവതരണം എന്തിനാ ടീച്ചറാണ് ഇടയ്ക്ക് ടീച്ചർ? ഞാനിപ്പോ എന്നോട് ധർമ്മ കിട്ടിയാണ് പൂജാൻ മറന്നുപോയി. അയാൾ ചോദിച്ചിട്ട് അയാൾ മോഡലിലേക്ക് മറുപടി കൊടുത്തിട്ട് നിങ്ങൾ വെപ്രാളപ്പെടല്ലേ? ഈ ചോദ്യത്തിൽ ഞാൻ പറയട്ടെ, എന്റെ തിരിച്ചെടുത്ത് പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം ചോദിച്ചു ശരിയാണ് ബൈബിളിലുള്ള അതിലെന്താ തെറ്റെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു യഹോവ, ഒരു ദൈവം ഒരു സ്ത്രീയെ എടുത്ത് അന്യ പുരുഷന്, ഒരു സ്വന്തം ഭാര്യ എടുത്ത് അന്യ പുരുഷന് വ്യഭിചരിക്കാൻ വെട്ടത്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു യഹോവയാണോ? ഇതൊരു പിമ്പിന്റെ പണിയല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ആർക്കും തരാം, ആർക്കും തരാം. അല്ല, രണ്ടുപേരും മറുപടി കൊടുക്കാൻ റെഡിയാണ്. ഡിസംബർ പറഞ്ഞ ശേഷം ചാക്കോ പാസ് പറയും. ഒറ്റ മിനിറ്റ്, ഡിസംബർ ആദ്യം മൈക്ക് എടുത്തല്ലേ ചാക്കോ പാസ്, അതെ പറയട്ടെ. ഓക്കെ, ജുമ അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം, താഴെ ഇരിക്കണം, ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് പറയുന്നത് കേട്ടോ, പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഇതിന് ഉത്തരം തരും. അതിനുശേഷം ജുമ മുങ്ങരുത്. ഞങ്ങൾ തിരിച്ചു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഉത്തരം തരും. അതാണ് മര്യാദ. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ വ്യഭിചരിക്കാൻ കൊടുത്തിട്ടില്ല. യഹോവ ഒരു വ്യക്തിയെ ശിക്ഷിച്ചു. അന്നത്തെ സംസ്കാരം അനുസരിച്ച് ഒരു രാജ്യത്തെ കീഴടക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ആ ശത്രുരാജ്യം അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയ രാജാവിന്റെ സ്വത്തും പങ്കുകളും എല്ലാം വിജയിച്ച രാജാവിനുള്ളതാണ്. അത് ആ സാമൂഹ്യ സംസ്കാരത്തിൽ